ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോത്തോസാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രോട്ടോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് ചൂടാകാൻ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ട് പോർക്കിട്ട് കൊടുത്ത് പോർക്കാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രോട്ടോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ബീഫാണ്. അതായത് ഇങ്ങനെ ചെറുതാക്കി മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ സ്വല്പ എണ്ണ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണേ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പകുതി തക്കാളി ഇങ്ങനെ കൊത്തി അരിഞ്ഞിരിക്കും. നമ്മളുടെ ഗ്രൗണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയ ഒരു സവോള അരിഞ്ഞത് ഇട്ട് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇത് പോർക്ക് നന്നായിട്ട് വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നിടം വരെ. അപ്പം നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തേ. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. 1/2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാവേ. ഈ പോർക്കിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നമ്മളതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കുംബർ അതിൻ്റെ സ്കിന്നെല്ലാം അതിൻ്റെ പുറത്തെ സ്കിന്നെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് നമ്മളിതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ 2 ലെറ്റേഴ്സ് എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാതെ. നമ്മൾ ലെറ്റേഴ്സ് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചു. അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ട് പോർക്ക് ഇവിടെ മസാലയെല്ലാം ചേർത്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം കോൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കോൺ ചേർത്ത് കൊടുത്തേ. കോണ് ഞാനിത് ടിന്നിൽ എടുക്കുന്ന കോണാണ് ഇതിനകത്ത് ചേർത്ത് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ബീഫും ഇതും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി സ്വല്പം ഒന്ന് കുക്ക് ചെയ്ത്, ഇത് ഓൾറെഡി കുക്ക്ഡാണ്, ഒന്ന് ഇത് ചെയ്ത് നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാവേ, മിക്സ് ചെയ്തെടുക്കാവേ.